നമസ്കാരം, മംഗളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായ സംഘടനകളിൽ ഒന്നാണ് നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS. മന്നത്തു പത്മനാഭൻ എന്ന യുഗപുരുഷൻ നട്ടുവളർത്തിയ ആൽമരം. ഇന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് തുടർച്ചയായി 6ാം തവണയും ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് ജി സുകുമാരൻ നായർ. അദ്ദേഹവും ശക്തനായൊരു നേതാവാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. എന്നാൽ സമീപകാല കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം ചീത്തവിളികളും കടുത്ത വിമർശനങ്ങളും നേരിട്ട മറ്റൊരു സമുദായ നേതാവ് ഉണ്ടാകില്ല. ഒരു വശത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ കടുത്ത ആക്രമണങ്ങൾ, മറുവശത്ത് സംഘടനയ്ക്കുള്ളിൽ നിന്നു തന്നെ ഉയരുന്ന കലാപക്കൊടികൾ. എന്തുകൊണ്ടാണ് സുകുമാരൻ നായർ ഇത്രയധികം ചീത്ത കേൾക്കുന്നത്? എന്താണ് പെരുന്നയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? പരിശോധിക്കാം. സുകുമാരൻ നായർക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങളിൽ ഊന്നിയാണ്. 1. മുന്നണികളോട് സമദൂരം പ്രഖ്യാപിക്കുകയും എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് ശരിദൂരമായി മാറ്റുകയും ചെയ്യുന്ന ശൈലി വലിയ വിമർശനങ്ങൾക്ക് പതിവായി വഴിവെക്കാറുണ്ട്. ഒരു ഘട്ടത്തിൽ UDFിനോട് അടുത്തു നിന്ന അദ്ദേഹം പിന്നീട് LDF സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടുകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയിരുന്നു. ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ സ്വന്തം താൽപ്പര്യം മാത്രം മുൻനിർത്തിയാണെന്ന് പൊതുസമൂഹം വിലയിരുത്തപ്പെടുന്നു. രണ്ടാമതായി, മന്നത്തു പത്മനാഭൻ ജനാധിപത്യപരമായി കെട്ടിപ്പടുത്ത സംഘടനയിൽ സുകുമാരൻ നായർ വ്യക്തിപരമായ ഏകാധിപത്യമാണ് നടത്തുന്നതെന്നാണ് വിമർശകരുടെ ആരോപണം. തന്നെ ചോദ്യം ചെയ്യുന്നവരെയും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെയും പദവികളിൽ നിന്ന് പുറത്താക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ആദ്യമെടുത്ത കടുത്ത നിലപാടുകളിൽ നിന്ന് മാറി പിന്നീട് LDF സർക്കാരിൻ്റെ ശബരിമല നയങ്ങളെയും ദേവസ്വം ബോർഡിൻ്റെ നീക്കങ്ങളെയും പിന്തുണച്ചതും ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൽ NSS പങ്കെടുത്തതും വലിയൊരു വിഭാഗം സമുദായ വിശ്വാസികളെ പ്രകോപിപ്പിച്ചു. അയ്യപ്പ ഭക്തരെ സുകുമാരൻ നായർ ഒറ്റിക്കൊടുത്തു എന്ന രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങളാണ് താഴെത്തട്ടിലുള്ള കരയോഗങ്ങളിൽ നിന്ന് ഉയർന്നത്. യഥാർത്ഥത്തിൽ സുകുമാരൻ നായർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പുതുമയില്ല. അഭിനന്ദന പുതപ്പുകളേക്കാൾ ആരോപണ വിമർശന പരിഹാസ പുതപ്പുകളാണ് പെരുന്നയിലെ ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറിയുടെ മുറിയിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. അതിലൊന്നുകൂടി പരുവരുപ്പുള്ള ഒരു കുപ്പായം കൂടി സമ്മാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ മുൻ മന്ത്രി കൂടിയായ KB ഗണേഷ് കുമാർ. കുറച്ചു കാലമായി സുകുമാരൻ നായരുമായി കടുത്ത ഭിന്നതയിലായിരുന്ന ഗണേഷിനെ അടുത്തിടെ NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു. ഇതിനു പിന്നാലെ തിരുവനന്തപുരത്ത് വച്ച് സുകുമാരൻ നായർക്കെതിരെ സമാനതകളില്ലാത്ത കടുത്ത ആക്രമണമാണ് ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത്. നായർ സംരക്ഷണ സമിതി തയ്യാറാക്കിയ ദേവദാരുവിലെ ഇത്തിൽക്കണ്ണികൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് ഗണേശനുള്ള മികച്ച വേദിയായി മാറി. പിതൃതുല്യനെന്ന് ഒരിക്കൽ വിശേഷിപ്പിച്ചയാൾക്ക് ഗണേശൻ്റെ ഓണ സമ്മാനം. സുകുമാരൻ നായർ മാത്രമല്ല, ഒരു നായരും ഈ സമ്മാനം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. NSSലെ സുകുമാരൻ നായരുടെ കുടുംബവാഴ്ച, സ്വജനപക്ഷപാതം, ധാർഷ്ട്യം നിറഞ്ഞ ശൈലി എല്ലാം ആവേശത്തോടെ പറഞ്ഞ് ഗണേശൻ കത്തിക്കയറി. NSS സ്ഥാപനങ്ങളിൽ സുകുമാരൻ നായരുടെ കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേർക്ക് ജോലി നൽകിയെന്നാണ് ഗണേഷ് കുമാറിൻ്റെ ആരോപണം. സംഘടനയെ സ്വന്തം കുടുംബസ്വത്താക്കി മാറ്റിയെന്നും ഇത് മന്നത്താചാര്യൻ്റെ ആത്മാവിനോട് ചെയ്യുന്ന ദ്രോഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ ഉദ്ധരിച്ച് കനകസിംഹാസനത്തിൽ ഏത് ശുനകനുമിരിക്കാം എന്ന് തോന്നിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായരെ ഗണേഷ് കുമാർ അതിരൂക്ഷമായി അധിക്ഷേപിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് NSSൻ്റെ കോടിക്കണക്കിന് രൂപ എന്തിനാണ് മറ്റൊരു ബാങ്കിലേക്ക് മാറ്റിയതെന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്ന് ഗണേഷ് ആവശ്യപ്പെട്ടു. നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമികളെ സുകുമാരൻ നായർ അവഗണിക്കുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്തെ ഏതോ ഒരു സാധാരണ ചട്ടമ്പിയാണെന്നാണ് ജനറൽ സെക്രട്ടറിയുടെ വിചാരമെന്നും പരിഹസിച്ചു. മന്നം സമാധി സാധാരണ ഭക്തർക്ക് തുറന്നു നൽകാൻ വൈക്കത്തു നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് ഗാന്ധിയൻ രീതിയിൽ ഒരു ജാഥ നയിക്കുമെന്നും ഗണേഷ് കുമാർ വെല്ലുവിളിച്ചിരിക്കുകയാണ്. സംഘടനയ്ക്കുള്ളിൽ നിന്ന് മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലും സുകുമാരൻ നായർ നിരന്തരം വിമർശന കേന്ദ്രമാകുന്നുണ്ട്. നിലവിലെ മുഖ്യമന്ത്രി VD സതീശനുമായി സുകുമാരൻ നായർ പരസ്യമായ പോരിലാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പശ്ചിമ ബംഗാൾ മുൻ ഗവർണർ CV ആനന്ദബോസ് എന്നിവർക്ക് പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ വലിയ വിവാദങ്ങൾ കേരളം ചർച്ച ചെയ്തിരുന്നു.
സുരേഷ് ഗോപിയുടെയും മറ്റു സന്ദർശനത്തിൽ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നാണ് സുകുമാരൻ നായർ തിരിച്ചടിച്ചത്. മന്നം സമാധി ഒരു ക്ഷേത്രം പോലെ പവിത്രമാണെന്നും അവിടെ സുരക്ഷാ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി സ്നിഫർ നായ്ക്കളെ കയറ്റാൻ അനുവദിക്കില്ലെന്നുമുള്ള നിലപാടാണ് എക്കാലത്തും അദ്ദേഹം പുലർത്തിപ്പോരുന്നത്. ശബരിമല വിഷയത്തിൽ LDFിനെ അനുകൂലിച്ചതിന് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും നെയ്യാറ്റിൻകരയിലും അടക്കം സുകുമാരൻ നായരുടെ കോലം കത്തിക്കുകയും കട്ടപ്പയോട് ഉപമിച്ച് ബാനറുകൾ ഉയരുകയും ചെയ്തിരുന്നു. ചിലയിടങ്ങളിൽ കുടുംബങ്ങൾ കൂട്ടത്തോടെ കരയോഗങ്ങളിൽ നിന്ന് രാജിവെക്കുന്ന അവസ്ഥയുമുണ്ടായി. എന്നാൽ ഇത്ര കടുത്ത വിമർശനങ്ങൾക്കിടയിലും സുകുമാരൻ നായർ ഒട്ടും കുലുങ്ങിയിട്ടില്ല. തന്നെ വിമർശിക്കുന്ന മാധ്യമങ്ങൾക്ക്, വ്യക്തികൾക്ക് കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നു, NSSന് രാഷ്ട്രീയമില്ല എന്നും സമദൂരമാണ്. സംഘടനയെ തകർക്കാൻ ചിലർ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തുന്ന കുപ്രചാരണമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരു ഭരിച്ചാലും തെറ്റുകണ്ടാൽ NSS ചോദ്യം ചെയ്യും. ഗണേഷ് കുമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിയമവിരുദ്ധമാണെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. സംഘടനയിൽ നിന്ന് പുറത്തുപോയവരും സാമ്പത്തിക ക്രമക്കേട് നടത്തിയവരുമാണ് ഈ അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിൽ എന്നാണ് സുകുമാരൻ നായരുടെ ശക്തമായ നിലപാട്. സ്വന്തം പിതാവ് ബാലകൃഷ്ണപിള്ളയ്ക്കും പിതൃതുല്യ പട്ടം നൽകിയ സുകുമാരൻ നായർക്കും ഗണേശൻ എന്ന ഈ പിള്ള ഒരു ശനിയൻ മാത്രമാണെന്ന് വിലയിരുത്തുന്നവർ ഏറെയുണ്ട്. കൂടുതൽ പറയിപ്പിക്കരുതെന്ന് ഗണേശൻ പറയുമ്പോൾ കോഴിത്തരം കാണിച്ചു നടക്കുന്ന ഒരാൾക്ക് എന്ത് ക്രെഡിബിലിറ്റി എന്ന ചോദ്യവും സമുദായ അംഗങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട്. ഗണേശൻ്റെയും ദേവദാരുവിലെ ഇത്തിൽക്കണ്ണി പറിക്കാൻ നടക്കുന്നവരുടെയും ലക്ഷ്യം സമുദായ സ്നേഹമല്ലെന്ന് തിരിച്ചറിയുന്നവർ ഏറെയുണ്ട്. അതൊരു പ്രശ്നമാണ് ഗണേശ. സുകുമാരൻ നായരുടെ മികവിനേക്കാൾ നിങ്ങളുടെ പോരായ്മയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത്. സുകുമാരൻ നായരുടെ NSSൽ നിന്ന് നായരെ രക്ഷിക്കാൻ സമിതി ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് CR വിനോദ് കുമാർ. മന്നത്ത് ആചാര്യൻ കഴിഞ്ഞാൽ പിന്നെ സുകുമാരൻ നായർ മാത്രമെന്ന് എത്രയോ വട്ടം വിനോദ് കുമാർ മുളക്കുളത്ത് എൻ്റെ കരയോഗത്തിൽ വെച്ച് പ്രസംഗിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചതോടെയാണ് അദ്ദേഹം നേതൃത്വത്തിന് എതിരായത്. പെരുന്നയിൽ നിന്ന് പണി കിട്ടിയവരുടെ ഉദ്ദേശം നിഷ്കളങ്കമായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ടോൺ മറ്റൊന്നാകുമായിരുന്നു. ഗണേശന് കൈയടിക്കുന്നത് NSS ജനറൽ സെക്രട്ടറിയെ പള്ളു പറയാൻ കാത്തിരുന്നവർ മാത്രമാണെന്ന് പെരുന്നയിലെ ആസ്ഥാനത്ത് വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കരുതി ആശ്വസിക്കേണ്ടതില്ല. മോദി രാഷ്ട്രീയത്തോട് കേരളത്തിലെ നായന്മാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത, നട്ടെല്ലുള്ള നേതാക്കളെ, സൂത്രശാലികളായ രാഷ്ട്രീയക്കാരെ കാലത്തിനൊത്തു മാറാതെ മാടമ്പത്തരം കാണിച്ച് നേരിടുമ്പോൾ സംഭവിക്കുന്ന പരുക്കു മനസ്സിലാക്കി വാക്കിലും പ്രവൃത്തിയിലും നവോത്ഥാനം വരുത്തിയാൽ സുകുമാരൻ നായർക്ക് കൊള്ളാം. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയിൽ സമുദായ സംഘടനകൾക്കുള്ള പങ്ക് ചെറുതല്ല. മന്നത്ത് പത്മനാഭൻ വിഭാവനം ചെയ്ത ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്ന്, മതേതരത്വത്തിൽ നിന്ന് NSS വ്യതിചലിക്കുന്നുണ്ടോ? നായർ സമുദായത്തിന് ഈ ഒരു സംഘടന കൊണ്ട് എന്തു പ്രയോജനം എന്നാണ് അംഗങ്ങൾ ചിന്തിക്കേണ്ടത്. വ്യക്തിപരമായ ഈഗോകളും രാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ആകരുതേ എന്നാണ് ഭൂരിപക്ഷം സമുദായ അംഗങ്ങളുടെയും പ്രാർത്ഥന.